കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഏട്ടനെ പോലെ വലിയ ആളാവണം ചില വലിയ മുണ്ടൊക്കെ കൊടുത്തിട്ടാ ഉണ്ണി കണ്ണെന്ന് നിൽക്കണം. ചെറിയ ഉണ്ണിയാണെന്നാലും വലിയ മുണ്ടൊക്കെ കൊടുത്തിട്ടാ നിൽക്കണം. നല്ല കൗതുകത്തിൽ ഏട്ടനെ പോലെ വലിയ ആളായി എന്നുള്ള ഭാവത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വെളുത്ത പാവമുണ്ട് എടുത്തിട്ടുണ്ട്. ഒരു വെളുത്ത പാവമുണ്ട് അരയിൽ കെട്ടിയിട്ടുമുണ്ട്. പട്ടുമുണ്ട് അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ട് വലിയ ഉണ്ണിയായി എന്നുള്ള ഭാവത്തിലാണ് നിപ്പന്നെ. വലത്തെ കയ്യിലൊരു വെണ്ണൂറില, അത് മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിലൊരു ഓടക്കോഴ, അതും മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. ബലരാമേട്ടനെ പോലെ വലുതാവണം എന്ന് പറഞ്ഞ യശോദമ്മയോട് വാശി പിടിച്ച് വലിയ മുണ്ടൊക്കെ കൊടുത്ത് അരയിൽ കെട്ടി, അരയിലൂടെ ഉടുത്തുകെട്ടൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് നിൽക്കുക. നല്ല കൗതുകത്തില്ലേ, നല്ല ഭംഗിയുണ്ട്. ചെറിയ ഉണ്ണിയാണ് എന്നാൽ വലിയ മുണ്ടൊക്കെ കൊടുത്തിട്ട് ഒരു 2-2.5 വയസ്സുണ്ടാവില്ല, അത്രയും ചെറിയ ഉണ്ണിയാണ്. ഏട്ടനെ പോലെ വലിയ ആളാവേണ്ട വലിയ മുണ്ടും അരയിൽ ഒരു മുണ്ടുകൊണ്ട് അരയിൽ കെട്ടിയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല മിടുക്കനായിട്ടൊരു ഉണ്ണി. ചെവിയിലെ ചെവിപ്പൂക്കൾ, നെറ്റീവിൻ്റെ സ്വർണ്ണഗോപി, ചന്ദനം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. ഒക്കെ കൗതുകമുണ്ട്. നല്ല മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. തിരുമുടി മാലകൾ 2 ചാർത്തികൾ. ഒന്ന് തെച്ചിയാണ്, ഒന്ന് വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതൊന്ന്. അങ്ങനെ 2 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ ഉണ്ടമാല ഒന്നെങ്ങനെ വെച്ചാൽ താമരപ്പൂ കൊണ്ടുള്ള ഒരു ഉണ്ടമാല, മറ്റെങ്ങനെ വെച്ചാൽ വെളുത്ത അന്ത്യാർവട്ടം മാത്രമായിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് തുളസിപ്പൂവുണ്ട്. അങ്ങനെയായിട്ട്. എന്നാൽ കാക്കിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃക്കാൽക്കിൽ എത്തുമ്പോഴേക്കും അവിടെ തുളസിപ്പൂ തന്നെയാണ്. അങ്ങനെയായിട്ട് ഏത് മാലയുടെ അവസാന ഭാഗം തുളസിപ്പൂവായിട്ടാണ്. തൃപ്പാദത്തിൻ്റെ അവിടേക്ക് തുളസിപ്പൂവൻ തട്ടിക്കൊണ്ട് അങ്ങനെയാണ് ചാർത്തുക. നല്ല ഭംഗിയായിട്ട് അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒരു മിടുമിടുക്കൻ ഉണ്ണി. വെണ്ണൂറിലെ ഉടക്കോടൊക്കെ അതൊക്കെ നിർബന്ധം. ചെറിയ ഉണ്ണിയാണെങ്കിൽ അതൊക്കെ ചെറിയ ഉണ്ണിക്ക് അതൊക്കെ വേണം. പറഞ്ഞിട്ടില്ല ഏട്ടനെ പോലെ വലിയ ആളാവണം. അതിനുവേണ്ടി ഒരു വലിയൊരു പാവമുണ്ടൊക്കെ കൊടുത്ത് കാൽമേൽ തളകൊടൊന്നും കാണില്ല, മുണ്ടൊക്കെ വലുതായി എടുത്തിട്ട് നല്ല രസമായിട്ടുള്ളൊരു ഉണ്ണി. അതുപോലെ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ട് 2 പിന്നെ തെച്ചിപ്പൂ മാത്രമായിട്ട് 1, ബാക്കിയെല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ളൊരു 3. അങ്ങനെ 6-7 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ആ ചെറിയ ഉണ്ണിയുടെ വലിയ ഭാവത്തിലുള്ള നിപ്പ് കാണാൻ നല്ല കൗതുക, നല്ല സന്തോഷമാവും കണ്ടത് തന്നെ. വലിയ മുണ്ടൊക്കെ എടുത്ത് അരയക്കെട്ടൊക്കെ കെട്ടി മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. നമ്മളെ മനസ്സിന് സന്തോഷം വേണ്ടി അമ്പാടിയിലെ ഓരോ ലീലകളാണ് പൊന്നുണ്ണി കണ്ണൻ്റെ ശ്രീലകത്ത് ഇങ്ങനെ ചാർത്തിക്കൊണ്ടിരിക്കുക. അത്ര കൗതുക കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. വൈദേഹി പോലും തടവുന്ന നേരം നോവുന്ന മട്ടിൽ സുകുമാരകങ്ങൾ, രാമൻ്റെ പാദങ്ങൾ ഇവൻ്റെ നെഞ്ചാം പാറപ്പുറത്തെന്നു ചവിട്ടുമാവോ. ആരാഗഭക്തി പുതുപിഞ്ചചാലം നന്നായി പരത്തി കരളാം മയൂരി, തത്തിക്കളിച്ചു മഴവില്ലുമാല ചാർത്തിയിടുമേതോ മുകിലിൻ്റെ മുമ്പിൽ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ രാമേട്ടനെ പോലെ വലിയ ആളാവാൻ വേണ്ടി വലിയ മുണ്ടൊക്കെ കൊടുത്ത് മിടുമിടുക്കനായിട്ട് കണ്ടാൽ തന്നെ സന്തോഷമാവുന്നു. അത്ര രസമായിട്ടാണ്. ചെറിയ ഉണ്ണിക്ക് മുണ്ടെടുത്ത് നടക്കാറൊന്നും ആയിട്ടില്ല, അത്രയും ചെറിയ ഉണ്ണിയാണ്. അത് നല്ല രസമായിട്ടാണ് മുണ്ടൊക്കെ കൊടുത്ത്. ആ മുണ്ടിൻ്റെ അവിടെ കൂടെ തൃപ്പാദം കാണാം, തൃപ്പാദത്തിലെ തള കാണാം. സൂക്ഷിച്ച് നോക്കിയാൽ അങ്ങനെയാണ്. അങ്ങനെ വലിയ ആളായിട്ടാണ് ആ തള കെട്ടിയ തൃപ്പാദം 2 മുറുകെ പിടിച്ച് ആ ആനന്ദക്കട്ടേൻ്റെ ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി എന്ത് ഭംഗിയാറിയോ മുഖം ചാർത്തിയത് കാണാൻ. നല്ല കൗതുകങ്ങൾ. ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് കണ്ണങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഭക്തന്മാർക്ക് പിടിക്കാനുള്ളതാണ് അത് പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദം. അത് മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക്. കൃഷ്ണ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൃപ്പാദം മുറുകെ പിടിക്കാം, നാമം ജപിക്കാം നമുക്ക് ഉറക്കെ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.